നാട്ടറിവിൻ്റെ പിൻബലത്തോടു കൂടി അല്ലെങ്കിൽ നാട്ടറിവിൻ്റെ ഭാഗമായിട്ട് ഫോക്ക് നോളജ് എന്നൊക്കെ പറയും, അതിൻ്റെ ഭാഗമായിട്ട് ഔഷധ സസ്യങ്ങളെക്കുറിച്ച് പ്രത്യേകിച്ചും നമ്മൾ ചവിട്ടി മതിച്ച് പോകുന്ന അതിനെ ഒഴിവാക്കപ്പെടുന്ന ചില സസ്യങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ വളരെ അമൂല്യമായ മരുന്നുകളാണ്. അത് ഒരുപക്ഷെ നമ്മുടെ സമൂഹത്തിന് തിരിച്ചറിയുന്നുണ്ടോ എന്നറിയില്ല. എന്നിരുന്നാലും ഞങ്ങൾ ഇത് പല ഔഷധ സസ്യങ്ങളും ദശമൂലമായാലും പുഷ്പമായാലും പിന്നെ നക്ഷത്രവനങ്ങളും നക്ഷത്രത്തിൻ്റെ ചെടികളായാലും ഒക്കെ ഞങ്ങൾ നനച്ച് പരിപോഷിക്കാൻ പോകുന്ന ഒരു ഭാഗം, അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത്. ഇത് അരൂത എന്ന് പറയും. അരൂത ചെടി. ഇതിന് ഭയങ്കര മണമാണ്. ഇത് ഒരു പക്ഷേ ഇതിന് വേറെ പേരുകളുണ്ടായിരിക്കാം. അരൂത എന്നാണ് സാധാരണ പറയാറ്. ഇത് നമ്മുടെ വയനാട് ജില്ലയിൽ വളരെ സുലഭമായിട്ട് കാണുന്ന ചെടിയാണ്. ഞാനിവിടെ അന്വേഷിച്ചപ്പോൾ ചുറ്റും നമ്മുടെ റോഡ് സൈഡിലും മറ്റു ഭാഗങ്ങളിലൊക്കെ ഇത് വളരെ സുലഭമായിട്ട് കാണുന്നു. ഇതാ അരൂത. പക്ഷേ ഇത് നമ്മുടെ നാട്ടിലെ പ്രത്യേകിച്ചും തെക്ക് വടക്ക് പ്രദേശങ്ങളിലൊക്കെ ഇതിന് നല്ല വാല്യൂ ആണ്. വെച്ചാൽ ഈ കൊമ്പിന് തന്നെ കൊടുക്കണം 50 രൂപ അല്ലെങ്കിൽ 60 രൂപ. അപ്പോൾ ഇത്തരം സാധനങ്ങൾ നമ്മൾ സംരക്ഷിക്കും. ഇത് അരൂത എന്ന് പറയുന്നത് കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഞരമ്പ് സംബന്ധമായുള്ള ചില അസുഖങ്ങൾ, കുട്ടികൾക്ക് ഉണ്ടാകുന്ന വാശി വരുമ്പോൾ കുട്ടികൾക്ക് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇല എടുത്ത് എണ്ണ കാച്ചിട്ട് നമ്മളുടെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ തൊട്ട് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഈ വാശിപ്പിടുത്തം അല്ലെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ല. പിന്നെ പനിക്കും നല്ലതാണ്. ചില ഉള്ളിലുണ്ടാകുന്ന ചില രാപ്പനികൾക്കുമൊക്കെ കുട്ടികൾക്ക് നല്ലതാണ്. ഇത് സർവ്വസാധാരണ ഉപയോഗിക്കുന്ന, വലിയവർക്കും ഉപയോഗിക്കാം. വലിയൊരു ഇത് എണ്ണ കാച്ചിട്ട് തേക്കാറുണ്ട്. തലയിൽ അധികം തേക്കാറില്ല, കാരണം അത് ചിലപ്പോൾ വേറൊരു നീരിറക്കം വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് ഇത് ഉപയോഗിക്കുന്നത് വളരെ ഗുണമാണ്. ഇത് നട്ടു വളർത്താൻ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മളിത് നമ്മളിത് കുറേ മണ്ണ് ഇതിൽ നിറച്ചു. ഇത് മിക്സ് ചെയ്ത മണ്ണാട്ടോ. ഇത് ചാണകപ്പൊടി, പിന്നെ മണ്ണ്, കളിമണ്ണ്, മണൽ, ഇതൊക്കെ കൂടി മിക്സ് ചെയ്ത ഒരു ഇതാണ്. അപ്പോൾ ഇത് നമ്മൾ സംരക്ഷിക്കാൻ പോവാണ്. സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഇത് നന്നായിട്ട് വളരും. അപ്പോൾ ഇത് ഞങ്ങൾക്ക് വളർന്ന് ഇത് നമ്മുടെ വിവിധ ആളുകൾക്ക് ഇതിൻ്റെ ഗുണം എന്താണെന്ന് എത്തിക്കുകയും അതിലുപരിയായി ഇതിൻ്റെ പലർക്കും ഇത് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് കളക്ട് ചെയ്ത് കൊടുക്കുന്നതാണ്. നമ്മൾ ഈ വർഷം തൊട്ട് കുറേ 100-ൽ പരം ചെടികൾ നടാനാണ് ഉദ്ദേശിക്കുന്നത്. അത് ഒരു ചെടി മറ്റു ചെടി അങ്ങനെ മാറി. ഇതിപ്പോൾ അരൂത എന്ന് പറയുന്നതാണ്. പ്രത്യേകിച്ചും എണ്ണ കാച്ചാൻ കുട്ടികൾക്ക് എണ്ണ കാച്ചി തലയിലല്ല മറ്റു സ്ഥലങ്ങളിൽ തേക്കാൻ വേണ്ടിയിട്ട്. ഇത് പിന്നെ കരപ്പൻ, കുട്ടികൾക്ക് ഉണ്ടാകുന്ന കരപ്പൻ എന്ന് പറയുന്ന ചൊറിയുണ്ട്, അതിന് ഇതിൻ്റെ എണ്ണ കാച്ചി തേക്കാറുണ്ട്. ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു പ്രിവെൻറ്റീവ് മെഡിസിൻ എന്നൊക്കെ പറയും. ഔഷധ സസ്യങ്ങളൊക്കെ പ്രിവെൻറ്റീവാണ്. എന്നാലും ഇതിന് നല്ലൊരു ഗുണമുണ്ട്. ഈ കുട്ടികളുടെ ശരീരത്തിന് ആവശ്യമായ എല്ലാ അസുഖങ്ങൾക്കും ഇത് സാധാരണയായിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇതാണ് അരൂത ചെടി. ഇതിന് ഭയങ്കരമാണ്. ഇത് എന്തായാലും നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകരുത്. ഇത് സംരക്ഷിക്കണം. നന്ദി, നമസ്കാരം.